Next, numericals on describing function. First, consider this question. For the system shown in figure, investigate the possibility of limit cycle. If limit cycle exists, find its amplitude and frequency. So, consider this figure. Here, the nonlinearity shown is relay, and the g of s is equal to 10 by s into s plus 1 into s plus 2. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, ഒരു നോൺ ലീനിയാരിറ്റി ഉണ്ടാവും, അതേപോലെ ജി ഓഫ് എസ് എന്നുള്ള സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ജി ഓഫ് എസ് ആണ് തന്നിരിക്കുന്നത് 10 by s into s plus 1 into s plus 2 and the non-linearity is relay. Relay ആണ് ഇവിടുത്തെ non-linearity. അപ്പോൾ ചെയ്യുമ്പം ആദ്യം ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദി non-linearity and here it is relay. We know the equation of describing function of relay. Kn equals 4m by pi x. Kn equals 4m by pi x. Here value of m equal to 1. ഇവിടെ m ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. Therefore kn എന്തായിട്ട് മാറും, kn equals 4 by pi x. അല്ലേ, m ന് 1 കൊടുത്തു കഴിഞ്ഞാൽ therefore kn equal to 4 by pi x and minus 1 by kn is equal to kn 4 by pi x ആണെങ്കിൽ minus 1 by kn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, minus pi x by 4. Take it as equation number 1. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ, അതിനകത്ത് നോൺ ലീനിയാരിറ്റി ഏതാണ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ആ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എഴുതുക. kn equal to 4m by pi x. m എന്താണ്, 1 ആണ്. therefore kn equal to 4 by pi x and minus 1 by kn. minus 1 by kn എന്നാൽ minus pi x by 4. എന്തുകൊണ്ടാണ് മൈനസ് 1 by kn എഴുതാനുള്ള കാരണം, ഒരു സിസ്റ്റത്തിൽ ലിമിറ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ മൈനസ് 1 by kn ഈക്വൽ ടു എന്താണ്, ജി ഓഫ് ജെ ഒമേഗ ആണ്. അത് മൈനസ് 1 by kനും ജി ഓഫ് ജെ ഒമേഗയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് എന്തുണ്ടാവുന്നത്, ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് 1 by kn എന്ത് എഴുതിയത്, ഇക്വേഷൻ എഴുതിയത്. therefore minus 1 by kn is equal to minus pi x by 4. Next, draw the locus of relay. minus 1 by kn locus of relay. We know that minus 1 by kn locus of relay is from 0 to minus infinity. അതുകൊണ്ട് റിലേ എവിടെ തൊട്ട് എങ്ങോട്ട് വെച്ചു, 0 തൊട്ട് മൈനസ് ഇൻഫിനിറ്റി, 0 to മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ 0യിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റി, അപ്പോൾ ഡയറക്ഷൻ കാണിക്കണം, 0യിൽ നിന്ന് എങ്ങോട്ട്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ട്. അത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്തത്, എന്താണ്, മൈനസ് 1 by kn ആണ്. എക്സ് കൂടുന്നതിനനുസരിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. എക്സും കാണിച്ചു. സോ ഡയറക്ഷൻ ഓഫ് റിലേ ഈസ് ഫ്രം 0 to മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ആദ്യം റിലേ ഏതാണ് എഴുതുക, അതിൻ്റെ മൈനസ് 1 by kn ഇക്വേഷൻ എഴുതുക, അതിൻ്റെ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. അത് 0യിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റിയിലാണ്. നെക്സ്റ്റ്, കൺസിഡർ ജി ഓഫ് എസ്. ക്വസ്റ്റ്യൻ ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 10 by s into s plus 1 into s plus 2 ആണ്. അല്ലേ, ഇതിന് എപ്പോഴും ഫസ്റ്റ് ഓർഡർ ടേമിന് എന്ത് ചെയ്യണം, 1 plus st എന്നുള്ള ഫോമിൽ എഴുതണം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 2 കോമൺ എടുത്തു. 2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 5 by s into s plus 1 into 0.5 s plus 1. നെക്സ്റ്റ്, ജി ഓഫ് ജെ ഒമേഗ. ജി ഓഫ് ജെ ഒമേഗ ഈക്വൽസ് 5 by j omega into j omega plus 1 into 0.5 j omega plus 1. ഇനി ജി ഓഫ് ജെ ഒമേഗ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്, നിക്വിസ് പ്ലോട്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിക്വിസ് പ്ലോട്ട് വെച്ച് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അറിയണം, ആംഗിളും അറിയണം. therefore magnitude of g of j omega equals 5 by omega into root of 1 plus omega square into root of 1 plus 0.25 omega square. and angle of g of j omega by omega എന്ത് വരും, മൈനസ് 90. ഇതിൻ്റെ എന്ത് വരും, മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ. അല്ലേ, so we got modulus of g of j omega and angle of g of j omega. ഇനി നിക്വിസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒമേഗയെ 0 തൊട്ട് ഒമേഗ ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യണം, വേരി ചെയ്യണം. ഫസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഒമേഗ ഈക്വൽ ടു 0. വെൻ ഒമേഗ ഈക്വൽ ടു 0, മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 5 by 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഇൻഫിനിറ്റിയും ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് എത്ര വരും, മൈനസ് 90, അതായത് minus 90. So g of j omega, modulus of g of j omega infinity, angle of g of j omega minus 90 ആണ്. നെക്സ്റ്റ്, ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ, ഒമേഗ ഇൻഫിനിറ്റിയിൽ മോഡുലസ് ഓഫ് ജി ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 5 by ഇൻഫിനിറ്റി എന്ന് വരും, ദാറ്റ് ഈസ് 0. ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തിനും മൈനസ് 90 മൈനസ് 90 മൈനസ് 90, therefore മൈനസ്
270. That is, when omega equal to 0, g of j omega എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇൻഫിനിറ്റി ആംഗിൾ -90. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആംഗിൾ എന്താണ്? -90. when omega equal to infinity angle of g of j omega എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആംഗിൾ -270. സോ നെക്സ്റ്റ് അതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. അതായത് ഒമേഗ ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്തു. ഒമേഗ 0യിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആംഗിൾ -90. അപ്പോൾ -90 ഇതാണ് 0, ഇത് -90, ഇത് -180, ഇത് -270. -90യിൽ ഇൻഫിനിറ്റിയിൽ അത് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ഇൻഫിനിറ്റിയിൽ -90 ഡിഗ്രിയിൽ ആക്സിൽ ഇൻഫിനിറ്റിയിൽ അത് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. -270 ആക്സിൽ 0യിൽ അത് എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അപ്പം ക്ലോക്ക് വൈസ് വരയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ വന്ന് എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഇനി ഇത് ഏത് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്? -180 ഡിഗ്രി ആക്സിസിനെയാണ് കട്ട് ചെയ്തത്. അപ്പം ആ പോയിന്റിലുള്ള അതിന് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജി ഒമേഗ, അല്ലെങ്കിൽ ജി ഓഫ് ജി ഒമേഗയുടെ വാല്യൂ, ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഏതാണ്? ടൈപ്പ് 1 ഓർഡർ 3 ആയിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ക്വസ്റ്റ്യൻ എന്താണ്? ടൈപ്പ് 1ഉം ഓർഡർ എന്താണ്? 3 ആണ്. ടൈപ്പ് 1 ഓർഡർ 3 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. ജി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? -k × T1 T2 ഡിവൈഡഡ് ബൈ T1 + T2. കെയുടെ വാല്യൂ എത്ര എടുക്കേണ്ടത്? 5 എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നമ്മൾ 1 + st എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ളത് എടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? 5 × T1 എത്രയാണ്? 1, T2 എത്രയാണ്? 0.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? is equal to -5 × 1 × 0.5 divided by 1 + 0.5, that is -2.5 divided by 1.5 is equal to -1.66. അതായത് ഇതുവരെയുള്ള ജി ഓഫ് ജി ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? -1.66 ആണ്. ഈ പോയിന്റിലുള്ള ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 1/√T1 T2, that is 1/√of 1 × 0.5, that is equal to 1.414. അപ്പോൾ നമുക്ക് ജി ഓഫ് ജി ഒമേഗയുടെ ഗ്രാഫും പോയിന്റ്സും കിട്ടി, -1/k നും കിട്ടി. ഇപ്പോൾ രണ്ടും കൂടി ഒരു ഗ്രാഫിലോട്ട് എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. രണ്ടും കൂടി ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കി, -1/k ലോക്കസ് 0യിൽ നിന്ന് എങ്ങോട്ടാണ്? ∞ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അപ്പം ജി ഓഫ് ജി ഒമേഗ ലോക്കസും -1/k ലോക്കസും ഈ പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർസെക്റ്റ് ചെയ്തു. ഇന്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവും. സോ ദി സിസ്റ്റം എക്സിബിറ്റ്സ് എ ലിമിറ്റ് സൈക്കിൾ. ഈ സിസ്റ്റത്തിൽ എന്തുണ്ട്? ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. ഇനി ഈ ലിമിറ്റ് സൈക്കിൾ എന്താണെന്ന് അറിയണം. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? നോക്കിക്കേ, ഇത് എവിടുന്ന് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? -1/k ലോക്കസ് ഇവിടുന്ന് 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്, അല്ലേ? ഇത്രയും പോർഷൻ 0 തൊട്ട് ഈ പോയിന്റ് വരെ ഇത് ജി ഓഫ് ജി ഒമേഗ ലോക്കസിനുള്ളിലാണ്. ഈ പോയിന്റ് തൊട്ട് -∞ വരെ ജി ഓഫ് ജി ഒമേഗ ലോക്കസിന് പുറത്താണ്. അതായത് ട്രാവൽ ചെയ്യുന്നത് ഏത് റീജിയനിൽ നിന്ന് ഏത് റീജിയനിലോട്ടാണ്? അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ്. അതായത് -1/k ലോക്കസ് ഈസ് എൻക്ലോസ്ഡ് ബൈ ജി ഓഫ് ജി ഒമേഗ ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ റീജിയനും, നോട്ട് എൻക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്? സ്റ്റേബിൾ റീജിയനും ആണ്. അപ്പം ഇത് എന്ത് റീജിയനിൽ നിന്നാണ്? അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് എന്ത് ട്രാവൽ ചെയ്യുന്നത്? -1/k ലോക്കസ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. എന്തുകൊണ്ടാണ്? -1/k travels from unstable region to stable region, therefore the limit cycle is stable limit cycle. അപ്പം നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ടാകുന്ന ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്ത് ലിമിറ്റ് സൈക്കിൾ ആണ്? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. ഇനി ആ ലിമിറ്റ് സൈക്കിളിന് എന്തൊക്കെയുണ്ട്? ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, ഫ്രീക്വൻസിയും ഉണ്ട്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും എന്തും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്? -1/k ആംപ്ലിറ്റ്യൂഡും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫ്രീക്വൻസിയാണ്? ജി ഓഫ് ജി ഒമേഗയുടെ ഫ്രീക്വൻസിയാണ്. അപ്പം നമ്മൾ ജി ഓഫ് ജി ഒമേഗയുടെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഈ പോയിന്റിലുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1.414. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കി, ജി ഓഫ് ജി ഒമേഗ ആൻഡ് -1/k intersect at the intersection point, limit cycle will occur and the limit cycle is stable. ഇവിടെ ഒക്കർ ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് സൈക്കിൾ എന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി ലിമിറ്റ് സൈക്കിളിന് ഫ്രീക്വൻസി ഉണ്ട്, ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫ്രീക്വൻസിയാണ്? ജി ഓഫ് ജി ഒമേഗയുടെ ഫ്രീക്വൻസിയും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്? -1/k ആംപ്ലിറ്റ്യൂഡാണ്. അപ്പം നമുക്കിനി എന്തുകൂടെ കണ്ടുപിടിക്കണം? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1.414 ആണ്. അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ, ദാറ്റ് ഈസ് ജി
ഫോർ ഫൈൻഡിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ എപ്പോഴാണ് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. സോ ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു -1/k. ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ജി ഓഫ് ജെ ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? -1.66 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഉണ്ടാവുന്ന ജി ഓഫ് ജെ ഒമേഗയുടെ വാല്യൂ എത്രയാണ്? -1.66 ആണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു -1.66 ആൻഡ് -1/k എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്ത് ആദ്യമേ എഴുതിയിട്ടുണ്ട് -πx/4. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1.66 is equal to -πx/4. ഇവിടുത്തെ അൺനോൺ ഏതാണ്? എക്സ്. ദാറ്റ് ഈസ് എക്സ് is equal to -1.66 into 4 divided by -π. ഈ പൈയും മൈനസും മൈനസും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ആൻസർ എത്ര കിട്ടും? 2.12. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2.12. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ ഈസ് ദി frequency of g of j omega at the intersection point, and that is equal to 1.414 alle. So comment here, the limit cycle is stable and is represented as limit cycle represent ചെയ്യുന്നത് x is equal to x sin omega t. x ന്റെ വാല്യൂ എത്രയാണ്? 2.12 sin omega 1.414 t. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്. ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരയ്ക്കണം? -1/k ലോക്കസ് ഏതാണോ നോൺ ലീനിയാരിറ്റി അതിനനുസരിച്ചുള്ള -1/k ലോക്കസ് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പം നമ്മുടെ നോൺ ലീനിയാരിറ്റി റിലേ ആയിരുന്നു. റിലേയുടെ എന്ത് വരച്ചു? -1/k ലോക്കസ് വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ജി ഓഫ് ജെ ഒമേഗ കണ്ടുപിടിച്ചിട്ട് ജി ഓഫ് ജെ ഒമേഗയുടെ എന്ത് വരയ്ക്കുക? ലോക്കസ് വരയ്ക്കുക. ആ ജി ഓഫ് ജെ ഒമേഗയുടെ ലോക്കസിൽ അത് ഏത് ആക്സിസുമാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആക്സിസിൽ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ടൈപ്പ് 1 ഓർഡർ 3 ആണെങ്കിൽ ഈക്വേഷൻ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഒരുമിച്ച് വരയ്ക്കുക. ഒരുമിച്ച് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവും. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? -1/k ലോക്കസും ജി ഓഫ് ജി ഒമേഗ ലോക്കസും ഇൻ്റർസെക്റ്റ് ചെയ്തു. സോ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ എന്തുണ്ടായി? ലിമിറ്റ് സൈക്കിൾ ഉണ്ടായി. ആ ലിമിറ്റ് സൈക്കിളിൽ എന്ത് കണ്ടുപിടിക്കുക? ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എവിടെയാണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു -1/kn ഇക്വേറ്റ് ചെയ്യുക. എക്സിന് എത്ര കിട്ടും? 2.12 എന്നും ഫ്രീക്വൻസിക്ക് ജി ഓഫ് ജെ ഒമേഗയുടെ ഫ്രീക്വൻസിയുടെ വാല്യൂ 1.414. therefore limit cycle x is equal to x sin omega t, that is x is equal to 2.12 sin 1.414 t. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്തിൽ തന്നെ വരച്ച് കാണിക്കണം? ഗ്രാഫിൽ തന്നെ എന്ത് ചെയ്യണം? വരച്ച് കാണിക്കണം എക്സാമിന് കറക്റ്റായിട്ട്. അപ്പം 0 to -ഇൻഫിനിറ്റിയിൽ എന്ത് വരയ്ക്കുക? -1/k ലോക്കസ് വരയ്ക്കുക. ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഇവിടുത്തെ പോയിന്റ്സ് ഒന്നും വേണ്ട, ഈ ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയാം -1.66 ആണ്. അപ്പോൾ ആ പോയിന്റിൽ കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുക. ആ ലിമിറ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് സൈക്കിൾ എന്താണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് അതിൽ എന്ത് ചെയ്ത് കാണിക്കണം? മാർക്ക് ചെയ്ത് കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Here also the non-linearity is relay and the value of m is 2 അല്ലേ. ഇവിടുത്തെ നോൺ ലീനിയാരിറ്റി എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? റിലേ ആണ്. എമ്മിൻ്റെ വാല്യൂ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ kn is equal to 8/πx and -1/kn is equal to -πx/8. -1/kn ലോക്കസ് ഓഫ് റിലേ എന്ന് പറയുന്നത് 0യിൽ നിന്ന് എങ്ങോട്ടാണ്? -ഇൻഫിനിറ്റി. സോ 0 to -ഇൻഫിനിറ്റിയിൽ എന്ത് വരച്ചു? -1/kn ലോക്കസ് വരച്ചു. ഇനി നെക്സ്റ്റ് ജി ഓഫ് എസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എന്താണ്? 4/s into s plus 1 the whole square. ഇനി എങ്ങനെ എഴുതാം? 4/s into s plus 1 into s plus 1. ഇതിൻ്റെ ടൈപ്പ് എത്രയാണ്? 1ഉം ഓർഡർ എത്രയാണ്? 3ഉം ആണ് അല്ലേ. ടൈപ്പ് 1 ആൻഡ് ഓർഡർ 3. സോ ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 4/j omega into j omega plus 1 into j omega plus 1. ആൻഡ് മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ 4/omega into √1 plus omega square into √1 plus omega square. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇവിടെ എന്ത് വരും? 1 plus omega square, because √a into √a എന്ന് പറയുന്നത് എന്താണ്? a ആണ്. therefore 4/omega into 1 plus omega square. ഇനി ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗയോ? -90 minus tan inverse omega minus tan inverse omega, that is equal to -90 minus 2 tan inverse omega. ഇനി ഒമേഗ ഈക്വൽ ടു 0യിലും ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുള്ള അതിൻ്റെ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടുപിടിക്കുക. പിന്നെ ഒമേഗ ഈക്വൽ ടു 0 ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയും ആംഗിൾ എന്താണ്? -90.
പിന്നെ ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ 0യും ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ത് കിട്ടും -270. എന്തുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ -90 -90 എന്ത് കിട്ടും -270. അപ്പം ഇവിടെ ഗ്രാഫ് എങ്ങനെ വരും ഇൻഫിനിറ്റി ആംഗിൾ -90 സ്റ്റാർട്ട് ചെയ്ത് 0 ആംഗിൾ -270 എന്ത് ചെയ്യും എൻഡ് ചെയ്യും. എങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. എപ്പോഴും ടൈപ്പ് 1 ഓർഡർ 3 സിസ്റ്റത്തിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടുത്തെ എന്ത് ചെയ്യണം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ജി ഓഫ് ജെ ഒമേഗയും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ ഇക്വേഷൻ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -k × T1 T2 ഡിവൈഡഡ് ബൈ T1 + T2. k എടുക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വേണം ഫസ്റ്റ് ഓർഡർ ടേം ഉണ്ടെങ്കിൽ അതിനെ ആ ഫോമിലോട്ട് മാറ്റിയതിന് ശേഷമുള്ള കെയുടെ വാല്യൂ എടുക്കാവുള്ളൂ. അപ്പോൾ -4 × 1 × 1 ഡിവൈഡഡ് ബൈ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. In G of J omega equation frequency equation 1 divided by root T1 T2 that is equal to 1. അപ്പോൾ ഇനി എന്ത് ചെയ്യുക രണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കാം. ജി ഓഫ് ജെ ഒമേഗ ലോക്കസും -1/kn ലോക്കസും ഒരുമിച്ച് എന്ത് ചെയ്തു വരച്ചു. ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് 0യിൽ നിന്ന് -ഇൻഫിനിറ്റിയിലോട്ടും ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു ഈ പോയിന്റിൽ എന്ത് ചെയ്തു ഇന്റർസെക്റ്റ് ചെയ്തു. ഇന്റർസെക്റ്റ് ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി ലിമിറ്റ് സൈക്കിൾ ഉണ്ടായി. ഇനി -1/kn ലോക്കസ് ട്രാവൽ ചെയ്യുന്നത് അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് എങ്ങോട്ടാണ് സ്റ്റേബിൾ റീജിയൻ. ദെയർഫോർ ദി ലിമിറ്റ് സൈക്കിൾ ഈസ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ അല്ലേ. അപ്പോൾ ലിമിറ്റ് സൈക്കിൾ ഉണ്ട്, ലിമിറ്റ് സൈക്കിൾ എന്താണ് സ്റ്റേബിൾ ആണ്. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. എന്തിൻ്റെ ലിമിറ്റ് സൈക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ് ജി ഓഫ് ജി ഒമേഗയുടെ ഫ്രീക്വൻസി തന്നെയാണ്. സോ ഒമേഗ എത്ര തന്നെയാണ് 1 തന്നെയാണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് -1/kn ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു -1/kn എന്ന് ഇക്വേറ്റ് ചെയ്യുക. ജി ഓഫ് ജെ ഒമേഗ എത്രയാണ് -2 ആണ്. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ജി ഓഫ് ജെ ഒമേഗ എത്രയാണെന്നുള്ളത് -2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ -1/kn എത്രയാണ് -πx/8 ആണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു -1/kn ദാറ്റ് ഇസ് -2 ഈസ് ഈക്വൽ ടു -πx/8 ആൻഡ് x ഈസ് ഈക്വൽ ടു 5.07. ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 1. Therefore, limit cycle x is equal to x sin omega t that is 5.09 sin omega value 1 sin 1 t is a stable limit cycle. It is a stable limit cycle and draw it in the normal graph sheet. 0യിൽ നിന്ന് -ഇൻഫിനിറ്റിയിലൂടെ എന്ത് പോകുന്നു -1/kn ലോക്കസ് പോകുന്നു. ഇത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും ഇൻറ്റ് ചെയ്യും. ഈ പോയിന്റ് മാത്രം അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന വാല്യൂ -2 ആ പോയിന്റിൽ കൂടെ എന്ത് ചെയ്യുക പാസ് ചെയ്ത് ഈ പോയിന്റിൽ എത്തും. ഈ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേബിൾ ആണ്. ബിക്കോസ് -1/kn ലോക്കസ് ട്രാവൽസ് ഫ്രം ദിസ് അൺസ്റ്റേബിൾ റീജിയൻ ടു ദി സ്റ്റേബിൾ റീജിയൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലിമിറ്റ് സൈക്കിൾ ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ട്, ആ ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിൾ ആണ്, അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചു ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the system shown in figure, investigate the possibility of limit cycle. If limit cycle exists, find its amplitude and frequency. Okay, ഈ ക്വസ്റ്റ്യനിൽ ഇത് എത്രയാണ് 10 വോൾട്ട് ആണ് അല്ലേ തന്നിരിക്കുന്നത്. അതായത് ഈ ഇത്രയാണ്. അപ്പോൾ m is equal to ഇവിടെ എത്രയാണ് 10. kn is equal to 4m/πx that is kn is equal to 40/πx. So -1/kn എന്ന് പറഞ്ഞാൽ -πx/40. ഇതെന്താണ് 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത് -1/kn ലോക്കസ്. അപ്പോൾ 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് എന്ത് പോകുന്നു -1/kn ലോക്കസ്. ഇനി ജി ഓഫ് എസ് ഇവിടെ എത്രയാണ് 100/s × s + 6. ഓക്കെ, നെക്സ്റ്റ് ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 100/s × s + 6. അപ്പം 1 + st എന്നുള്ള ഫോം ആക്കണം. അപ്പോൾ ഇവിടെ 1 ആക്കാൻ വേണ്ടി 6നെ കോമൺ എടുത്തു. ഫൈനൽ ആൻസർ എന്ത് കിട്ടും 16.66 ഡിവൈഡഡ് ബൈ s × 0.16 s + 1 അല്ലേ. ജി ഓഫ് ജെ ഒമേഗ എഴുതുക. ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ 16.66 ജെ ഒമേഗ × 1 + 0.16 ജെ ഒമേഗ. എന്ത് എസിന് ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണ് ടൈപ്പ് 1ഉം ഓർഡർ എത്രയാണ് 2 ആണ് അല്ലേ. എസിൻ്റെ പവർ 1 ഡിനോമിനേറ്ററിലെ പവർ 2 ആണ്. അപ്പോൾ ടൈപ്പ് 1 ഓർഡർ 2. മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗയും ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എഴുതി. ഒമേഗ ഈക്വൽ ടു 0യിൽ മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്താണ് ഇൻഫിനിറ്റിയും
ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്താണ്? 0 ആണ്. ഒമേഗ ഈക്വൽ ടു 0യിൽ ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്താണ്? -90യും. ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്താണ്? -90യും. ഇവിടെ -90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. -90 -90 എന്ത് വരും? -180. അതായത് ഒമേഗ ഈക്വൽ ടു 0യിൽ ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആംഗിൾ -90. ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ജി ഓഫ് ജെ 0 ആംഗിൾ -180 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? -90 ഡിഗ്രി ആക്സിസിൽ ഇൻഫിനിറ്റിന്ന് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും? -180 ഡിഗ്രി ആക്സിൽ 0യിൽ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. അപ്പം ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ടൈപ്പ് 1 ഓർഡർ 2 ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഓക്കെ, ഇനി നോക്കാം. ഇനി -1/kn ലോക്കസും ജി ഓഫ് ജി ഒമേഗ ലോക്കസും ഒരുമിച്ച് വരച്ചപ്പോൾ നോക്കി, ഈ -1/kn ലോക്കസും ജി ഓഫ് ജി ഒമേഗ ലോക്കസും എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇതിന് എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ചെയ്യുന്നില്ല. -1/kn ലോക്കസിന് ജി ഓഫ് ജി ഒമേഗ ലോക്കസ് എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവില്ല. സോ ഹിയർ ദർ ഈസ് നോ ലിമിറ്റ് സൈക്കിൾ. നോക്കി, ഹിയർ -1/kn locus is not enclosed by g of j omega locus. -1/kn locusന്റെ പുറത്താണ് എന്തുള്ളത്? g of j omega locus ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ. ഹിയർ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ആൻഡ് ദർ ഈസ് നോ ലിമിറ്റ് സൈക്കിൾ. അപ്പോൾ ഇവിടെ എന്തില്ല? ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ലിമിറ്റ് സൈക്കിൾ ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഉണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഗ്രാഫ് വരച്ചപ്പോൾ മനസ്സിലായി ഇവിടെ എന്തില്ല? ലിമിറ്റ് സൈക്കിൾ ഇല്ല. ലിമിറ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടില്ല? -1/kn ലോക്കസും ജി ഓഫ് ജെ ഒമേഗ ലോക്കസും എന്ത് ചെയ്തിട്ടില്ല? ഇന്റർസെക്റ്റ് ചെയ്തിട്ടില്ല. ഇന്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ എന്തില്ല? ലിമിറ്റ് സൈക്കിൾ ഇല്ല. Therefore the system is stable because -1/kn locus is not enclosed by g of j omega locus and the system is stable. അല്ലേ? From the graph it is clear that -1/kn locus is not enclosed by g of j omega locus and the system is stable and no limit cycle. അപ്പോൾ എൻ്റെ എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക. 0യിൽ നിന്ന് -ഇൻഫിനിറ്റിയിലോട്ട് എന്താണ്? -1/kn ലോക്കസും ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത്? ജി ഓഫ് ജെ ഒമേഗ ലോക്കസും. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ലിമിറ്റ് സൈക്കിൾ ഇല്ല. സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ഈ -1/kn ലോക്കസ് ഇവിടെ കാണും ഇങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിലായിരുന്നു എങ്കിൽ എന്തായിരുന്നു? സിസ്റ്റം എന്ത് ചെയ്തേനെ? അൺസ്റ്റേബിൾ ആയി പോയാൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുമില്ല. സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ബിക്കോസ് -1/kn ലോക്കസ് ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് 1 ഓർഡർ 3 ആണ് സിസ്റ്റം എങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ആയിരിക്കും കിട്ടുക. ടൈപ്പ് 1 ഓർഡർ 3 ആണെങ്കിൽ ജി ഓഫ് ജെ ഒമേഗയുള്ള ഇക്വേഷനും ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്തെന്നാണ്? -1/kn എന്നാണ്. എക്സ് കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ജി ഓഫ് ജെ ഒമേഗയുടെ എന്താണ്? ഫ്രീക്വൻസിയാണ്. ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? കറക്റ്റായിട്ട് ഓർത്തിരുന്ന് ചെയ്യുക. ഓക്കെ, that's all about numerical related to describing function of relay. അത് ഓരോ പോർഷൻ ആയിട്ട് എടുക്കുകയാണ്. റിലേയുടേത്, സാച്ചുറേഷൻ, ഡെഡ് സോൺ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ചെയ്തത് റിലേയുടേത് വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെഡ് സോണും സാച്ചുറേഷനും വെച്ചിട്ടുള്ളത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.